നാടൻ കൊഞ്ച് തീയൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. കൊഞ്ച് നന്നായിട്ട് വൃത്തിയാക്കി കഴുകി മീൻചട്ടിയിലേക്ക് മാറ്റാം. അതിലേക്ക് 2 പച്ചമുളക്, ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെള്ളരിക്ക, ക്യൂബായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി, ഇനി കുറച്ച് ചെറിയ ഉള്ളി ക്യൂബായിട്ട് കട്ട് ചെയ്തത്. ചെറിയ ഉള്ളി ഇല്ലെന്നുണ്ടെങ്കിൽ സവാളയും ചേർക്കാം. ഈ വെല്ലം ഇട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് ഉപ്പുമിട്ട് അടച്ചു വെച്ച് വേവിക്കാം. ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർക്കണം. ഇനി ഇത് നന്നായിട്ട് വെന്ത് വരുന്ന ടൈമിൽ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കുക. അതിലേക്ക് അരമുറി തേങ്ങ ചിരകിയത് ചേർക്കാം. തേങ്ങ നന്നായിട്ട് വറുക്കാം. തേങ്ങ ബ്രൗൺ നിറമാവുന്നത് വരെ വറുക്കേണ്ടതാണ്. ഇടയ്ക്ക് ആവശ്യമെങ്കിൽ അല്പം വെളിച്ചെണ്ണ കൂടി ചേർക്കാം. ഇനി നമുക്ക് ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്ത് അതിലേക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളിയിട്ട് പുളിയുടെ വെള്ളം എടുക്കാം. ആ പുളിയുടെ വെള്ളം നമ്മൾ വേവിക്കാനായി വെച്ച കഷ്ണങ്ങളിലേക്കും കൊഞ്ചിലേക്കും ഒഴിക്കാം. വീണ്ടും മൂടി വെച്ച് ഇത് നന്നായിട്ട് വേവിക്കാം. തേങ്ങ നിറം മാറി വന്നു തുടങ്ങിയിട്ടുണ്ട്. തേങ്ങ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, 1.5 സ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് മൂപ്പിക്കാം. പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ മൂപ്പിക്കേണ്ടതാണ്. വേവിക്കാനായി വെച്ച പച്ചക്കറികളും കൊഞ്ചും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പിച്ച് വെച്ചിരുന്ന തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി അല്പം പുളിയും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് അരച്ച് കിട്ടേണ്ടത്. ഇനി അരച്ചെടുത്ത മിശ്രിതം വേവിച്ച് വെച്ചിരിക്കുന്ന കൊഞ്ചിലേക്കും പച്ചക്കറിയിലേക്കും ചേർക്കാം. ഇനി ആവശ്യത്തിന് വെള്ളം കൂടി ചേർക്കാവുന്നതാണ്. ഇനി അടുപ്പിൽ വെച്ച് നന്നായിട്ട് തിളപ്പിക്കാം. ഇനി ഒരു ചീനിച്ചട്ടി അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ വറ്റൽമുളക്, കടുക്, കറിവേപ്പില എന്നിവയിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ കൊഞ്ച് കറിയിലേക്ക് ഒഴിക്കാം. നമ്മുടെ കൊഞ്ച് തീയൽ ഇവിടെ തയ്യാറായിട്ടുണ്ട്.